ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെറൈറ്റി മുട്ട ബജിയുടേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് 4 കോഴിമുട്ട ഞാനതവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പുഴുങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 100 ഗ്രാം അളവിൽ കടലപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3/4 സ്പൂൺ മുളക് പൊടി എരിവിന്, പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയാണ്, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്ന ഒരു 5 വെള്ളുള്ളിയുടെ അല്ലി പേസ്റ്റാക്കിയതാ ലൂസാക്കി അരച്ചതാണ് അതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടി ചേർക്കുമ്പോൾ മുട്ട ബജിക്ക് നല്ലൊരു ടേസ്റ്റും ആ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്പം വെള്ളം ഒഴിച്ച് നമ്മളിതുപോലെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. കാരണം ആ കടലപ്പൊടിയിൽ കട്ടയായിട്ട് കിടക്കും. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ കുഞ്ഞു മുട്ട ബജിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ നന്നായി ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അല്പം പോരാകിയുണ്ട്, ഞാൻ ഒരു 1/2 സ്പൂണ് കടലപ്പൊടി കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു അല്പം കൂടി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ ബാറ്റർ ഇതേ കണ്ടീഷനാണ്. ഇനി നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഒരാവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ 4 കോഴിമുട്ട തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി, ഒരു കോഴിമുട്ട 4 കഷ്ണമായിട്ട് മൊത്തം 16 കഷ്ണമാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ കുഞ്ഞു ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മാവിൽ മുക്കിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇതേപോലെ ബാറ്ററൊക്കെ തയ്യാറാക്കിയിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആ വെള്ളുള്ളി മസ്റ്റായിട്ടൊന്ന് ചേർത്ത് നോക്കുക. നല്ലൊരു ഹെൽത്തിയുമാണ്. വയറിന് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നമ്മളിതാ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഈവനിങ് സ്നാക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് ആവും. അപ്പോൾ രണ്ടാമതും ഞാൻ അതേപോലെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ തീയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് അങ്ങോട്ട് ചൂടായാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളൊരു ലോട്ട് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ രണ്ടാമതും ഞാൻ അതവിടെ മുട്ട ബജ്ജി പൊരിച്ചെടുത്തു. ബാക്കി കൂടി നമ്മൾക്ക് അതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാ ബജ്ജിയും ഞാൻ അതവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു 2 സ്പൂണ് തേങ്ങ ചിരവിയ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് അല്പം മല്ലിയില, അല്പം പുതിനയില, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് അല്പം വെള്ളമൊഴിച്ച് നമ്മൾക്ക് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ചട്നി ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഗ്രീൻ ചട്നിയാണ്. ചെറുനാരങ്ങ നീരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കാണാൻ തന്നെ നല്ല സൂപ്പർ ബജ്ജിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചമ്മന്തിയിൽ മുക്കി കഴിച്ചാൽ നല്ല രുചിയായിരിക്കും. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.